ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഗവൺമെന്റ് ഇപ്പോൾ ഇ സ്പോർട്സ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വമ്പൻ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 സ്പോർട്സ് ഐറ്റംസുകളുടെ കൂടെ ഇ സ്പോർട്സും കൂടി ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണ ബീഹാർ വെച്ചിട്ട് മെയ് 4 മുതൽ 15 വരെയാണ് ഈ ഒരു ഇവന്റ് നടത്തുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ഇ സ്പോർട്സ് ഈ ഒരു ഇവന്റിലേക്ക് വരുന്നത്. സ്പോർട്സ് ഐറ്റംസ് ആണ് ഉണ്ടാവാറ്. ഈ ഒരു ഇവന്റിൽ തന്നെ സ്പോർട്സിൽ ഈ മെഡൽ നേടുന്നവർക്ക് സ്കോളർഷിപ്പായിട്ടും ഗവൺമെന്റ് ജോബുകളൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇത്തവണ ഇ സ്പോർട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഇ സ്പോർട്സ് വിന്നേഴ്സിന് ഈ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റവനന്റ് എക്സ് പാർക്കിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് വീഡിയോ നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. അവരുടെ വേലറൻ ലൈനപ്പിലേക്ക് പുതിയൊരു പ്ലെയറിനെ ആഡ് ചെയ്തിരിക്കുകയാണ്. വെങ്കയാണ് RNDXന്റെ വേലറൻ ലൈനപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ SA2 ഒരു ബാന്തർ കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അനൗൺസ്മെന്റ് വീഡിയോകളൊക്കെ ഇപ്പോൾ വമ്പൻ രീതിയിൽ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ ഓർഗനൈസേഷൻസും ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ എന്നതിൻ്റെ സെമി ഫൈനൽസ് വീക്ക് 2 ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഫോറെവർ റെഡ് റോസിന്റെ വക നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ജെനിസിസ് ഇ സ്പോർട്സിന് മെയ്റ്റ് ബിറ്റിനൊക്കെ തീർത്തുകൊണ്ട് 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഫോറെവർ സ്വന്തമാക്കിയത്. ജെനിസിസ് ഇവിടെ 10 ഫിനിഷ് പോയിന്റ് അടക്കം 15 പോയിന്റ് സ്വന്തമാക്കി. സാം നല്ല രീതിയിൽ ടീമിനെ സർവൈവ് ചെയ്യും, ആ ഒരു ഫിനിഷസുകളും ടീമിന് വേണ്ടി സ്വന്തമാക്കി. സോളോ 9 ഫിനിഷസാണ് സാം സ്വന്തമാക്കിയിട്ടുള്ളത്. മാച്ച് 2 ആറ്റിറ്റ്യൂഡിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഡീസൽ ഇ സ്പോർട്സിനെയും ഹേഡീസിനെയൊക്കെ തീർത്തുകൊണ്ട് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഗോബ്ലിന്റെ വേറെ ലെവൽ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ഒരു ബാക്ക് ടു ബാക്ക് 1v4 ക്ലച്ച് ലീഗ് ഇതൊക്കെ വേണ്ടിയിട്ട് ഗോബ്ലിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗെയിം പ്ലേ നമ്മൾ ജൂനിയർ ഗെയിമിങ്ങിൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ലിഗിത ഇ സ്പോർട്സിലൂടെ 11 പോയിന്റ് സ്വന്തമാക്കി. ഗോബ്ലിൻ സോളോ 9 ഫിനിഷും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാച്ച് 3 ഇൻഫോർണോ സ്കോഡ് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ജെനിസിസ് ഇ സ്പോർട്സ് ഇവിടെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി, ഒരു ഫിനിഷസുമായിട്ട് 7 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് 8 ബിറ്റ് 11 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 4 നമുക്ക് ജെനിസിസ് ഇ സ്പോർട്സിൻ്റെ ആ ഒരു മച്ച് നീഡിയ ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് വൊബിൾ ഗെയിമിങ്ങിനൊക്കെ തീർത്തുകൊണ്ട് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ലാസ്റ്റ് മാക്കിൻ്റെ ആ ഒരു 1v1 ഫൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോളോ 6 ഫിനിഷും മാക്ക് 3 ഫിനിഷും ജെനിസിസ് ഇ സ്പോർട്സിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 5 നോണക്സിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലോബി മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു നോണക്സിൻ്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ലാസ്റ്റിലേക്ക് ഫോറെവറിനെയും മെച്ചച്ചിനെയൊക്കെ തീർത്തുകൊണ്ടൊരു 30 ബമ്പ് പെർഫോമൻസ്, 23 ഫിനിഷസോട് കൂടി 33 പോയിന്റാണ് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കി. എനിക്ക് തോന്നുന്നു ഈ ഒരു സെമി ഫൈനൽസ് തന്നെ ഫസ്റ്റ് 30 ബമ്പ് പെർഫോമൻസ് ആണ് നോണക്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത്രയും അടിപൊളി ഡോമിനേറ്റിംഗ് കംബാക്ക് തന്നെയാണ് നോണക്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലിവൈ 8ഉം ലോവേഷ് 6ഉം ലോവേഷ് 7ഉം റഷ് ബോയ് 6 സോളോ ഫിനിഷസും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. എല്ലാവരും ഫിനിഷസുകൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ മെഡൽ ഇ സ്പോർട്സിൻ്റെ വകയും ആ ഒരു 30 ബമ്പ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 20 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ലാസ്റ്റ് മാച്ചിൽ മെഡൽ ഇ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ലെജിറ്റ് 9ഉം സർവിത്ത് 6 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. അങ്ങനെ ഡേ 2 അവസാനിച്ചപ്പോൾ മെഡൽ ഇ സ്പോർട്സ് തന്നെ ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട് 92 പോയിന്റുമായിട്ട്. ഇന്നലെ മാത്രം 51 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ ഏകദേശം അവർ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ഉറപ്പിച്ച് പറയാനായിട്ടുണ്ട്. ഏകദേശം 100ന് മുകളിലേക്കാണ് കട്ട് ഓഫ് വരാനുള്ള ചാൻസ്. 92 ആയിട്ടുണ്ട്. ഏകദേശം മെഡൽ ഇ സ്പോർട്സ് ക്വാളിഫൈ ചെയ്യാൻ. സെക്കൻഡ് നോണക്സ് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 40 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് 69 പോയിന്റോട് കൂടിയിട്ടാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കൺസിസ്റ്റൻസി നല്ല രീതിയിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ആ ഒരു 30 ബമ്പ് പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നോണക്സിന് എത്താനായിട്ട് സാധിക്കില്ലായിരുന്നു. ബാക്കിയുള്ള മാച്ചുകളിലും അത്യാവശ്യം കൺസിസ്റ്റൻറ്റ് പോയിന്റ്സും കൂടിയും സ്വന്തമാക്കിയാൽ മാത്രമേ നോണക്സിനും ആ ഒരു ലാൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുള്ളൂ. തേർഡ് വബിൾ ഗെയിമിംഗ് എത്തി 66 പോയിന്റുമായിട്ട്. സോള് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് 59 പോയിന്റായിട്ട്. റോണി ലൈനപ്പിലേക്ക് വന്നതോടുകൂടി കുറച്ചും കൂടി കൺസിസ്റ്റൻസി ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ജെനിസിസ് ഇ സ്പോർട്സിൻ്റെ ഭാഗം ഒരു അടിപൊളി കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 21ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 42 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 55 ടോട്ടൽ പോയിന്റുമായിട്ടാണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ലിഗിത ഇ സ്പോർട്സ് 14ാം സ്ഥാനത്ത് നിൽക്കുന്നത് 40 പോയിന്റുമായിട്ട്.
ഒഫീഷ്യൽ ചാമ്പ്യന്മാർ RNTX 38 പോയിന്റ് 14 സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനിയും ഓരോ ടീമുകൾക്ക് 2 ദിവസത്തിൽ 8 മാച്ചുകൾ വരാനുണ്ട്. അതിൽ നിന്ന് ടോപ്പ് 8 ടീമുകളാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഏകദേശം കട്ട് ഓഫ് നമ്മളുടെ ആ ഒരു 100 റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. അതിൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ SA12 വക വമ്പൻ ഇന്റർനാഷണൽ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ നമ്മളുടെ ഈ സ്പോർട്സ് വേൾഡ് കപ്പ് അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചു. ഒരു അനൗൺസ്മെന്റിന് ഹൈപ്പ് ഉണ്ടാക്കാനും ആ ഒരു അനൗൺസ്മെന്റ് പ്രോപ്പർ രീതിയിൽ കണ്ടന്റ് ആക്കി വീഡിയോ ആക്കി ചെയ്യാനും SA12 കഴിഞ്ഞ ഇന്ത്യയിൽ വേറെ ആരും ഉള്ളൂ. ആ ഒരു ലെവലിൽ തന്നെ ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. SA12 ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് 5 പുതിയ ഈ സ്പോർട്സ് ടൈറ്റിലും കൂടിയും SA12 ലൈനപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. FC25, ടേക്കനൈറ്റ്, കാൾ ഓഫ് ഡ്യൂട്ടി, വാർസോൺ, ചെസ്, എപ്പെക്സ് ലെജൻഡ് തുടങ്ങിയ 5 ഗെയിമുകളിലാണ് SA12 ഇനി പുതിയ പ്ലേയേഴ്സുമായിട്ട് വരാനിരിക്കുന്നത്. കാൾ ഓഫ് ഡ്യൂട്ടി ആൾറെഡി ഉണ്ടായിരുന്നു, വാലറന്റ് ഉണ്ട്, BGMI ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8ഓളം ലൈനപ്പാണ് ഇപ്പോൾ SA12 ഉള്ളത്. ഇത്തവണ ഈ സ്പോർട്സ് വേൾഡ് കപ്പിൽ നമുക്ക് ഇന്ത്യൻ തരംഗം SA12 ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയും ഗെയിമുകൾ അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതാണ് SA12 ഭാഗത്തുനിന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ള. ഈ ഒരു ലൈനപ്പൊക്കെ ഒരു അടിപൊളി പെർഫോമൻസ് ഈ സ്പോർട്സ് വേൾഡ് കപ്പിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഈ സ്പോർട്സിന് അതൊരു വമ്പൻ അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കും. അതെന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ വാലറന്റിന്റെ ഡെവലപ്പേഴ്സ് ആയുള്ള റിയോട്ട് ഗെയിമിങ്സ് നമ്മളെ ഗ്ലോബലി സ്പോർട്സിന്റെ വാലറന്റ് ഹെഡ് കോച്ചിന് 12 മാസത്തെ സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഗ്ലോബൽ കോഡ് ഓഫ് കണ്ടക്ട് ബ്രീച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അത് ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് 12 മാസത്തെ സസ്പെൻഷൻ ഗ്ലോബലി സ്പോർട്സിൻ്റെ ആ ഒരു ഹെഡ് കോച്ചിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.